മഹാരാഷ്ട്രയിലെ വിദർഭ മേഖലയിലെ നാഗ്പൂർ ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള നേതാവാണ് സുനിൽ കേദാർ. നാഗ്പൂർ ജില്ലയിലെ സാവ്നേർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 5 പ്രാവശ്യം MLA ആയി ജയിച്ച സുനിൽ കേദാർ നാഗ്പൂർ ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലെ രാഷ്ട്രീയത്തിലെ കിരീടം വെക്കാത്ത രാജാവാണ്. ഗ്രാമീണ നാഗ്പൂരിലെ കർഷക മാർക്കറ്റിംഗ് സമിതി തെരഞ്ഞെടുപ്പായാലും ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും അതുപോലെ ജില്ലാ പഞ്ചായത്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആ തെരഞ്ഞെടുപ്പുകളിൽ വിജയിപ്പിക്കുന്നത് സുനിൽ കേദാറിന്റെ നേതൃപാടവം തന്നെയാണ്. കഴിഞ്ഞ ഉദ്ധവ് താക്കറെ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന കേദാർ നാഗ്പൂർ, വർധ ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രി കൂടിയായിരുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസ് ജയിക്കാത്ത രാംടെക് ലോക്സഭാ മണ്ഡലം ഇത്തവണ പാർട്ടിക്കായി തിരിച്ചുപിടിച്ചാണ് സുനിൽ കേദാർ നാഗ്പൂർ ജില്ലയിലെ തന്റെ സ്വാധീനം ഊട്ടിയുറപ്പിക്കുന്നത്. കഴിഞ്ഞ 2 തവണയായി ശിവസേന വിജയിക്കുന്ന ദളിത് സംവരണ മണ്ഡലമായ രാംടെക്കിൽ സിറ്റിംഗ് MP ആയ കൃപാൽ ഷിൻഡെ ഗ്രൂപ്പിൽ പോയതോടെ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുകയായിരുന്നു. ആ സീറ്റ് നേടിയെടുക്കുവാനുള്ള ആത്മവിശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയത് സുനിൽ കേദാറിന്റെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റിലുള്ള പാർട്ടിയുടെ വിശ്വാസം തന്നെയായിരുന്നു. ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ശ്യാംകുമാർ ബാർവെ എന്ന കോൺഗ്രസ് നേതാവിനെ മുൻനിർത്തി സുനിൽ കേദാർ പാർട്ടിക്കായി ആ മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. കഴിഞ്ഞ 2 തവണകളായി 1 ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷത്തിൽ ശിവസേന വിജയിക്കാറുള്ള മണ്ഡലത്തിൽ 76,768 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആ മണ്ഡലം തിരിച്ചുപിടിച്ചത്. മാത്രമല്ല മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന 6 നിയമസഭാ മണ്ഡലങ്ങളിലും പോസ്റ്റൽ ബാലറ്റിലും ഒരുപോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുകയും ചെയ്തു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാംടെക്കിൽ മാത്രമല്ല സുനിൽ കേദാർ തന്റെ സ്വാധീനം വെളിവാക്കിയത്. തൊട്ടടുത്ത വാർധ ലോക്സഭാ മണ്ഡലത്തിലും വിജയശില്പി ഇതേ കേദാർ തന്നെയാണ്. സീറ്റ് വിഭജന ചർച്ചകളിൽ 11 ലോക്സഭാ സീറ്റുകളുള്ള വിദർഭ മേഖലയിൽ 1 സീറ്റെങ്കിലും NCP ശരത് പവാർ വിഭാഗത്തിന് നൽകണം എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് തങ്ങളുടെ സ്വാധീന മേഖലയായിട്ടും വാർധയിൽ NCPയെ മത്സരിപ്പിച്ചത്. സ്ഥാനാർത്ഥിയായി ശരത് പവാർ വിഭാഗത്തിലെ അമൽ ശരത് റാവു കാലയാണ് മത്സരിച്ചത്. അവിടെയും പ്രചരണത്തിന്റെ ചുമതല വഹിച്ചത് സുനിൽ കേദാർ ആയിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷമാണ് വാർധയിലും കോൺഗ്രസ് സഖ്യം വിജയിച്ചത്. ഏതാണ്ട് 2 ലക്ഷത്തോളം ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJP വിജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ BJP അവരുടെ സിറ്റിംഗ് MPയെ തന്നെ മത്സരിപ്പിച്ചപ്പോൾ 81,648 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അമർ വാർധയിൽ വിജയിച്ചു കയറിയത്. ഇതിലെടുത്തു പറയേണ്ട കാര്യം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സുനിൽ കേദാറിനെ ജയിലിലടക്കാൻ മഹാരാഷ്ട്ര സർക്കാർ നടത്തിയ ശ്രമമായിരുന്നു. കേദാർ പുറത്തുണ്ടെങ്കിൽ തങ്ങൾ 2 ലോക്സഭാ സീറ്റുകളിൽ പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയാണ് മഹാരാഷ്ട്രയിലെ NDA ഭരണകൂടം പഴയ ഒരു കേസ് കുത്തിപ്പൊക്കി അതിൽ 5 വർഷത്തെ ശിക്ഷ വാങ്ങിക്കൊടുത്ത് സുനിൽ കേദാറിനെ ജയിലിലടച്ചത്. എന്നാൽ മേൽക്കോടതി ശിക്ഷയിൽ സ്റ്റേ അനുവദിച്ചതോടെ NDA സഖ്യത്തിന്റെ പദ്ധതികൾ പാളുകയായിരുന്നു. അവർ ഭയപ്പെട്ടതുപോലെ 2 ലോക്സഭാ സീറ്റുകൾ ഇന്ത്യ സഖ്യം പിടിച്ചെടുക്കുകയും ചെയ്തു. സുനിൽ കേദാറിനെ പോലെ സ്വന്തം ജില്ലകളിൽ ശക്തമായ സ്വാധീനം നിലനിർത്തുന്ന ശക്തരായ നേതാക്കൾ തന്നെയാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ ഈ പുതിയ ചൈതന്യത്തിന് കാരണക്കാർ.